ഫ്രണ്ട്സ്. ഹെൽത്ത് ഫുഡ് മെല്ലുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾ ആരെങ്കിലും പിന്നെ ആദ്യമായി കാണുന്നെങ്കിൽ എൻ്റെ പേര് ആൽബി. ഞങ്ങളുടെ ഈ ചാനലിലെ കണ്ടന്റ്സ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ബ്രോക്കൺ വീറ്റ് വെച്ചിട്ട് ബേബീസിന് വേണ്ടി 2 ഫുഡ് റെസിപ്പീസാണ് ഞാൻ മെയിൻലി ചെയ്യുന്നത്. ഫസ്റ്റ് റെസിപ്പി ഞാൻ 6 to 7 months ഉള്ള ബേബീസിന് സജസ്റ്റ് ചെയ്യുന്നതാണ്. അതെന്ന് വെച്ചാൽ നമുക്ക് ബ്രോക്കൺ വീറ്റ് അത് നന്നായിട്ട് കഴുകി ഉണക്കി നന്നായിട്ട് ഉണക്കണം. വെയിലത്തിട്ട് തന്നെ ഉണക്കണം, അല്ലെങ്കിൽ അതിൽ പൂപ്പിൽ വരും. എന്നിട്ട് അത് ഉണക്കിയിട്ട് നമ്മളത് പൊടിച്ചെടുത്തിട്ടുള്ള റെസിപ്പിയുടെ ഫസ്റ്റ് റെസിപ്പി. രണ്ടാമത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ തന്നെ 8 months എബോ ഉള്ള ബേബീസിന് കൊടുക്കാവുന്നതാണ്. ബ്രോക്കൺ മീറ്റ് നമ്മൾ വലിയവർക്ക് പോലും വളരെയധികം ഗുണങ്ങളുള്ള ഒരു ഫുഡ് പ്രോഡക്റ്റ് ആണ്. ബേസിൽ ബ്രോക്കൺ മീറ്റിന്റെ ബെനിഫിറ്റ്സ് ഞാൻ പറയുന്നത് നിങ്ങൾക്കറിയാം. ഇത് റിച്ച് ഇൻ ന്യൂട്രിയൻസ് ആണ്. സൂപ്പർ ഈസിലി ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഫുഡാണ്. സൂപ്പർ ഫുഡ് എന്ന് തന്നെ ഇതിനെ പറയാം. ഇതെന്ന് പറഞ്ഞാൽ അലർജി ഉണ്ടാകാനൊക്കെ ചാൻസ് കുറവാണ് ഇതിൽ നിന്ന്. പിന്നെ ഒരു ഇതെന്ന് വെച്ചാൽ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഒക്കെ ഉള്ള ബേബീസിന് നമുക്ക് സ്മൂത്ത് ബവൽ മൂവ്മെന്റ് ആക്കാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പം ഇതിൽ നിന്ന് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവില്ല. ഇനി കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ തന്നെ അതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഈ ബ്രോക്കൺ മീറ്റ് വളരെ നല്ലതാണ്. ബ്രോക്കൺ മീറ്റിനെ ദലിയാന്നും സൂചിഗോതമെന്നും നുറുക്കുഗോതമെന്നും ഒക്കെ പറയാറുണ്ട്. പിന്നെ ഇത് വെയിറ്റ് ഗെയിൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ബേബീസിൽ. കാരണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് സ്റ്റഡി വെയിറ്റ് ഗെയിൻ ആണ്. അല്ലാതെ ചില ഫുഡ് കൊടുക്കുമ്പോൾ പെട്ടെന്ന് കുഞ്ഞുങ്ങളങ്ങ് വലുതാവും, അങ്ങനെയല്ല. ഇത് സ്റ്റഡി ആയിട്ടുള്ള ഒരു വെയിറ്റ് ഗെയിൻ ആണ് കുട്ടികൾക്ക് ഉണ്ടാകുന്നത്. പിന്നെ ഇതിന്റെ വേറൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് ഈസിലി ഡൈജസ്റ്റബിൾ ആണ്. പെട്ടെന്ന് തന്നെ നമുക്കത് കൊടുത്തു കഴിയുമ്പോൾ തന്നെ പിള്ളേർക്ക് വയറുവേദനയോ അങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് കുറവാണ്, ഇല്ലെന്നല്ല കുറവാണ്. പിന്നെ അലർജി, ഇതിൽ നിന്ന് അങ്ങനെ അലർജി ഉണ്ടായതായിട്ട് അധികം കേട്ടിട്ടില്ല. ബട്ട് സ്റ്റിൽ നമുക്കറിയില്ല കുട്ടികൾക്ക് എങ്ങനെയാണ് വരുന്നത്, റിയാക്ട് ചെയ്യുന്നത് ഓരോ ഫുഡ് പ്രോഡക്റ്റ്. അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമുക്ക് ബ്രോക്കൺ മീറ്റ് കൊണ്ടുള്ള റെസിപ്പീസ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ആദ്യത്തെ റെസിപ്പി ബ്രോക്കൺ മീറ്റ് പൊടിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം അതൊരു 1 വീക്കിനേക്കൊക്കെ ഉള്ളതായിട്ടാണ് ഞാനിപ്പോൾ പൊടിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് വാഷ് ചെയ്യുക. വാഷ് ചെയ്ത ശേഷം അത് നന്നായിട്ട് ഉണങ്ങിയെടുക്കുക. ഇപ്പോൾ UK എങ്ങനെ ഉണങ്ങുന്ന വെച്ചാൽ ഇവിടെ വെയിൽ കുറവാണ്. അപ്പം ഞാനത് ഒരു തുണിയിൽ ആദ്യം ഇതങ്ങ് വിരിച്ചിട്ട് അത് അതിൽ കിടന്ന് കുറേ വെള്ളം തുണി വലിച്ചെടുക്കുമല്ലോ. പിന്നെ അതൊരു പാത്രത്തിൽ നിരത്തി വെച്ചിട്ട് വെയിൽ നമ്മുടെ വീട്ടിലേക്കൊക്കെ വരുമല്ലോ ചെറുതായിട്ടൊക്കെ, റൂമിലേക്കൊക്കെ. അപ്പോൾ ആ വെയിലിൻ്റെ ചൂട്ടിൽ കൊണ്ടുവയ്ക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹീറ്ററിൻ്റെ താഴെ കൊണ്ടുവച്ചിട്ട് നിങ്ങൾക്ക് ഇത് ചൂടാക്കി എടുക്കാൻ പറ്റും. ഞാൻ ഇങ്ങനെയാണ് ഇത് ഉണങ്ങാൻ വെച്ചിരുന്നത്. എന്നിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഇനി നമുക്കൊരു കുക്കർ വെച്ചിട്ട് കുക്കർ ചൂടായി വരുമ്പോഴത്തേന് നെയ്യ് ഇടാം. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നെയ്യാണ്. പിന്നെ നിങ്ങൾക്ക് എന്ത് നെയ്യ് വേണമെങ്കിലും യൂസ് ചെയ്യാം. നിങ്ങളുടെ കുട്ടി എത്ര ഫുഡ് ടോളറേറ്റ് ചെയ്യുന്നോ അതനുസരിച്ച് വേണം നിങ്ങളെടുക്കുക. ഞാനിവിടെ ഇപ്പോൾ 2 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഇത് എന്നിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. തീ കുറച്ച് വെച്ച് വേണം വറുക്കാനോ, ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകുന്ന നമുക്ക് കാഴ്ചയിൽ മനസ്സിലാവില്ല. നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ ഒരു വൃത്തികെട്ട ടേസ്റ്റ് കാണും. അപ്പോൾ കുട്ടികൾക്ക് അത് ഇഷ്ടമാവില്ല. അതുകൊണ്ട് തീ കുറച്ച് വെച്ച് വേണം ഇത് വറുത്തെടുക്കാൻ വേണ്ടി. ഇനി ഇത് ആവശ്യത്തിന് മൂത്ത് വന്നു കഴിയുമ്പോൾ നമ്മളിതിലേക്ക് വെള്ളമാണ് ഒഴിക്കാൻ വേണ്ടി. ഞാൻ ചൂട് വെള്ളമാണ് ഒഴിക്കുന്നത്, തണുത്ത വെള്ളം ഒഴിക്കരുത്. നിങ്ങളുടെ കുട്ടി മധുരമില്ലാതെ ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു മധുരവും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ഞാനിവിടെ എൻ്റെ മോള് മധുരം വേണം അവൾക്ക്, അതുകൊണ്ട് ഞാൻ പാം കൽക്കണ്ടാണ് മധുരത്തിന് വേണ്ടി ഇടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡേറ്റ്സ് യൂസ് ചെയ്യാം. പക്ഷേ ഡേറ്റ്സ് ഒക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കുക, ചില കുട്ടികൾക്ക് അലർജി ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആദ്യം ചെറിയ പീസ് കൊടുത്ത് നോക്കിയിട്ട് നിങ്ങൾ ഇത് അല്ലാതെ മെയിൻ ഫുഡിലോട്ട് ആഡ് ചെയ്യാവുള്ളൂ. ഡേറ്റ്സ് എങ്ങനെ ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ചൂട് വെള്ളത്തിലേക്ക് അത് കുറച്ച് നേരം ഇട്ട് വെക്കണം. അപ്പോൾ അതൊന്ന് സോഫ്റ്റ് ആവും. എന്നിട്ട് നിങ്ങൾക്ക് അത് അരച്ചിട്ട് ഇതിൽ ചേർക്കാൻ പറ്റും. ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്ക് ഇതിപ്പോൾ പൊടിച്ചിട്ടുണ്ടാക്കുന്നുണ്ട് ഒരു 3 to 4 അല്ലെങ്കിൽ 4 to 5 ഒക്കെ വിസിൽ മതി. പക്ഷേ നിങ്ങളിത് പൊടിക്കുന്നില്ലെങ്കിൽ നിങ്ങളതൊരു 5 to 6 6 to 7 വിസിൽ വേണം. നന്നായിട്ട് വെന്ത് വരണം. അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇത് നാക്കിലൊക്കെ ഇങ്ങനെ കടിച്ചിരുന്ന് അവർക്കത് ഇഷ്ടമാവത്തില്ല. അപ്പോൾ ഇത്ര ഉള്ളൂ. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ചെറു ചൂടോടുകൂടി കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നമുക്ക് സെക്കൻഡ് റെസിപ്പി ചെയ്യാം. അതിന് വേണ്ടിയിട്ട് 2 ബീൻസും ഒരു ചെറിയ പീസ് ക്യാരറ്റുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക.
ഇനി ഞാൻ എടുക്കുന്നത് ചെറുപയർ പരിപ്പാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ബ്രോക്കൺ വീറ്റും. ഇത് രണ്ടും നന്നായിട്ട് കഴുകി മാറ്റി വയ്ക്കുക. ഇനി ഒരു കുക്കർ അടുപ്പിലേക്ക് വയ്ക്കുക. എന്നിട്ട് ആവശ്യത്തിന് നെയ്യ് ഇടുക. നെയ്യ് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മുടെ സൂചി ഗോതമ്പ് അതിലേക്ക് ഇടുക. എന്നിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. അതിനകത്ത് ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റുക. ഒരുപാടങ്ങ് വഴണ്ട് പോകേണ്ടതാണ്. ഇത് കുക്കറിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാനുള്ളതാണ്. ജസ്റ്റ് അതിൻ്റെ ഒരു റോ ടേസ്റ്റ് പോകുന്ന വരെ മാത്രം അതൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി. ഇനി നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചെറുപയർ പരിപ്പ് അതിലേക്ക് ആഡ് ചെയ്യുക. അതും ഇതുപോലെ തന്നെ ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി എടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് ചെറുജീരകത്തിൻ്റെ പൊടി, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. ബേബിക്ക് എത്രയാണ് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് അമ്മമാർക്കറിയാം. അതുകൊണ്ട് അത്ര അളവ് നിങ്ങൾ ചേർക്കുക. അപ്പോൾ മഞ്ഞൾപ്പൊടിയും ജീരകമൊക്കെ ഒന്ന് മൂത്ത് വന്നു കഴിയുമ്പോഴത്തേനും നമുക്കതിലേക്ക് ചൂടുവെള്ളം വേണം ഒഴിക്കാൻ. എന്നിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 6 തൊട്ട് 7 വരെ വിസിൽ ഞാൻ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അത് എത്ര, നിങ്ങളുടെ കുക്കറിൻ്റെ വിസിൽ എത്രയാണ് വേണ്ടതെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ വിസിലടുപ്പിക്കാം. അപ്പോൾ ഞാനൊരു 7 വിസിൽ കഴിഞ്ഞപ്പോൾ കുക്കർ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ വേണം മാഷ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ അരച്ചു കൊടുക്കാം. ഞാൻ ഇച്ചിരി ഗ്രൈൻഡ് ചെയ്താണ് കൊടുക്കുന്നത്. കാരണം എൻ്റെ മോൾക്ക് ഒരുപാട് ഇങ്ങനെ വായിലിങ്ങനെ കടിക്കാൻ കിട്ടുന്ന ഇഷ്ടമല്ല. കുട്ടികൾ ടോളറേറ്റ് ചെയ്യുന്ന കൺസിസ്റ്റൻസി അനുസരിച്ച് നിങ്ങൾ അരച്ചെടുക്കുക. ഞാൻ ഒരുപാട് അങ്ങ് അരയ്ക്കുന്നില്ല, കുറച്ചൊരു രീതിയിൽ ഒരു 1-2 തവണ ഞാനിങ്ങനെ മിക്സിയിൽ അരച്ചെടുക്കുന്നുള്ളത്. അത് നിങ്ങൾക്ക് കുട്ടി എത്ര ടോളറേറ്റ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾ കൺസിസ്റ്റൻസി ഡിസൈഡ് ചെയ്യുക. 8 months ഒക്കെ കഴിഞ്ഞാൽ ഗ്രൈൻഡ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ലെന്നാണ് പറയുന്നത്. പക്ഷേ ഓരോ കുട്ടിയും ഡിഫറെൻ്റ് ആണ്. അപ്പം അത് നമുക്ക് പേരൻസിന് അറിയാം കുട്ടി എങ്ങനെ ടോളറേറ്റ് ചെയ്യുന്നതെന്ന്. നമ്മളെല്ലാം ബുക്സിലുള്ള ഫോളോ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടെ കുട്ടിക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് നിങ്ങൾ ചെയ്ത് കൊടുക്കുക. അപ്പം നിങ്ങൾ ഈ 2 റെസിപ്പീസും ബേബീസിന് ഉണ്ടാക്കി കൊടുത്തിട്ട് അവർക്ക് ഇഷ്ടമായെന്നുള്ളത് കമൻറ്റിൽ പറയണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.